വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയെന്ന എഫ്ഐആർ. വഴിമാറിക്കൊടുക്കാത്തത് പ്രകോപനത്തിന് കാരണമായി. ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടിയാണ് പുറത്തേക്ക് പ്രതിയായ സുരേഷ് കുമാർ തള്ളിയിട്ടതെന്നും എഫ്ഐആറിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കേരള എക്സ്പ്രസിന്റെ ഡി കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടി പ്രതിക്ക് വഴിമാറിക്കൊടുത്തില്ല എന്നതാണ് ആക്രമണത്തിന് കാരണം. ഇതായിരുന്നു പ്രതിക്ക് പെൺകുട്ടിയുമായുള്ള വിരോധത്തിന് കാരണമായതെന്നാണ് എഫ്ഐആർ പറയുന്നത്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്കെറിഞ്ഞു കൊലപ്പെടുത്താൻ പ്രതിയായ സുരേഷ് കുമാർ ശ്രമിച്ചിരുന്നത് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. വധശ്രമത്തിന് പ്രതി സുരേഷ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾ കോട്ടയത്ത് നിന്നും മദ്യപിച്ചാണ് ട്രെയിനിൽ കയറിയത് എന്നതും പോലീസ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം വെള്ളറട പനച്ചുമൂട് സ്വദേശിയായ പ്രതി സുരേഷ് കുമാർ സ്ഥിരം മദ്യപനും പ്രശ്നക്കാരനുമാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തലച്ചോറിൽ പലയിടങ്ങളിലായി ചതവുള്ളതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 10:50 ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബെസ്റ്റ് ചികിത്സ കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേഷ്യൻ്റ് വന്ന മുറയ്ക്ക് എല്ലാവിധ പരിശോധനകളും ചെയ്തു, എല്ലാ സ്കാനും എല്ലാം ചെയ്തു. അപ്പോൾ മെയിൻലി ഹെഡ് ഇഞ്ചുറിയാണ് കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്. അതുപ്രകാരം പേഷ്യൻറ്റിനെ സർജിക്കൽ ICUയിലേക്ക് മാറ്റി വെന്റിലേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ മൾട്ടി ഡിസിപ്ലിനറി ICUയിൽ ഒരു ബെഡ് ഒഴിവായപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. പേഷ്യൻ്റ് മെയിൻലി ഒരു മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ ന്യൂറോ സർജറി, ന്യൂറോ മെഡിസിൻ, ജനറൽ സർജറി, ENT, ഓർത്തോ ഇവരുടെയൊക്കെ വിദഗ്ധരായ പ്രൊഫസർമാർ, പ്രഗത്ഭരായ പ്രൊഫസർമാർ ചേർന്ന് ഈ പേഷ്യൻ്റെ ചികിത്സ അവലോകനം നടത്തി ക്രിട്ടിക്കൽ കെയറിൻ്റെ നേതൃത്വത്തിൽ. എന്നിട്ട് നിലവിലുള്ള ചികിത്സ തുടരാനും ബ്രെയിൻ പ്രൊട്ടക്റ്റീവ് വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പെൺകുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നത്. ന്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് പുരോഗമിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.